എറണാകുളത്ത് ചായക്കടയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. പടമുകൾ സ്വദേശികളായ സുനിൽ OS, നിയാസ് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോയ് മോൻ ജോസിന്റെ വിവരങ്ങളുമായിട്ട്. ജോയ്, ഈ എറണാകുളത്തെ രാത്രികാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പതിവാകുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഇന്ന് പുലർച്ചെ 3:30 ഇത്തരത്തിലൊരു അക്രമ സംഭവം എറണാകുളത്ത് നടക്കുന്നത്. എറണാകുളത്ത് തന്നെ പാലച്ചുവട് പ്രവർത്തിക്കുന്ന ഒരു 18+ എന്ന് പറഞ്ഞ ഒരു ചായക്കടയിലായിരുന്നു ഇത്തരത്തിൽ 2 പേർ ചേർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അതായത് ഈ പാലച്ചുവട് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോട്ടലിലെ 4 ജീവനക്കാർ ഈ പുലർച്ചയോടുകൂടി അവർക്ക് ജോലിക്ക് ശേഷം ചായ കുടിക്കാനായി ഈ സ്ഥാപന ചായക്കടയിൽ എത്തുകയും പിന്നാലെ ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഈ പടമുകൾ സ്വദേശികളായ സുനിലും അതുപോലെ തന്നെ നിയാസ് എന്നിവർ ഇവിടെ എത്തുകയും പിന്നാലെ യുവാക്കളെ അസഭ്യം വിളിക്കുകയും അതിനുശേഷം ഈ ചായക്കടയിലുള്ളവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഈ പ്രതികളായ 2 പേരും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും മൊത്തത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇവർ അവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പ്രതികളിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ സുനിൽ OS മുൻപും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 2 പ്രതികളെയും ഇന്ന് രാത്രിയോടുകൂടി വൈകിട്ടോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കലൂരിൽ ഉൾപ്പെടെ കലൂരും അതുപോലെ മറ്റ് പലയിടങ്ങളിൽ ഇത്തരത്തിൽ രാത്രിയിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്ന തുടർക്കഥയാവുകയാണ്. ഇതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്ന് വീണ്ടും പടമുകളിൽ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന അതുപോലെ തന്നെ അസഭ്യവർഷം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജോയ്മോൻ, വ്യക്തമാണ്.